ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അതിൻ്റെ 14-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ന്റെ 14-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിലും 1 കൊരിന്ത്യർ 10-ന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളോടുള്ള ബന്ധത്തിലും നാം ചിന്തിക്കുവാൻ ഇടയായി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന കഷ്ടതകൾ, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന പരീക്ഷകൾ, ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതായ സഫറിങ്സും ട്രയൽസും, അതിനകത്ത് ദൈവത്തിന് അനവധിയായ ഉദ്ദേശങ്ങൾ ഉണ്ട്. എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും രോഗദുഃഖങ്ങളുടെയും നടുവിൽ ദൈവത്തിന് പറയുവാൻ അതിൽ 3 ഉത്തരങ്ങളുണ്ട്. പ്രധാനമായും എൻ്റെ ചിന്തയിൽ 1, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. 2, എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും രോഗദുഃഖ ദുരിതങ്ങളുടെയും പിറകിൽ അത് ദൈവമാണ് അനുവദിക്കുന്നതെങ്കിൽ അത് അനുവദിച്ച ദൈവത്തിന് അതിനകത്തൊരു പ്ലാനുണ്ട്, അതിനകത്തൊരു പദ്ധതിയുണ്ട്. 3, എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ഫൈനൽ ആൻസർ. യേശുക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ. അത് വിശ്വസിക്കുന്നവർ ഒരാമീൻ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്നാൽ കഴിഞ്ഞ സെഷനുകളിൽ എന്തിനു വേണ്ടി ദൈവം പരീക്ഷകളിലൂടെ, കഷ്ടതകളിലൂടെ തൻ്റെ മക്കളെ കടത്തിവിടുന്നു, അല്ലെങ്കിൽ ടെസ്റ്റുകൾ, സഫറിങ്സ്, ട്രയൽസ് ദൈവം ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്ന വിഷയത്തിൽ 10 കാര്യങ്ങളിൽ പ്രധാനമായി 2 കാര്യങ്ങൾ നമ്മൾ 2 സെഷനിൽ കേട്ടു. 1, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ. നമ്മൾ അതിനാധാരമായി വായിച്ചത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും ചേർത്ത് പഠിച്ചാൽ പ്രയോജനമായിരിക്കും. 2, സർവശക്തനാകുന്ന ദൈവം എന്തിനായി ഇത് അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മെ തെറ്റുകൾ തിരുത്തി പണിതുയർത്തുവാൻ. ഇന്നലത്തെ സെഷനിൽ നമ്മൾ അതാണ് ചിന്തിച്ചത്. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തെറ്റുകൾ തിരുത്തി നമ്മെ പണിതുയർത്തുവാൻ എല്ലാ കാലത്തും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ഇന്നലെ ചിന്തിച്ചു, ദൈവം എല്ലാവരെയും തിരുത്തുവാൻ വരുന്നില്ല, ദൈവം എല്ലാവരെയും പണിതുയർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ അവൻ സ്നേഹിക്കുന്നതിനാൽ അവൻ ശാസിക്കുന്നു, അവൻ തിരുത്തുന്നു, അവൻ അവരെ പണിതുയർത്തി തന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഈ ഞായറാഴ്ച നമ്മൾ എടുക്കുന്നത് അതിൻ്റെ 3-ാമത്തെ പോയിന്റാണ്. 10 കാര്യങ്ങളുണ്ട്. അതിൽ 1-2 എണ്ണമെങ്കിലും ഇന്ന് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം, ഈ വിഷയങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവം നൽകിയതായ സന്ദേശങ്ങളാണ്. 3-ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയും ദൈവികമായ കൃപകളും നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം കഷ്ടതകളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ നമ്മിൽ അനുവദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മിലുള്ള ദൈവകൃപ വർദ്ധിപ്പിക്കുവാനും, നമ്മിലുള്ള അഭിഷേകം വർദ്ധിപ്പിക്കുവാനും, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശക്തരായി തീരുവാനും, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കുവാനും പല സന്ദർഭങ്ങളിലും വിശ്വാസികളുടെ, വിശുദ്ധന്മാരുടെ, ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും ദൈവം അനുവദിക്കാറുണ്ട്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അതിന് ഒരു ചിന്തയായി നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സകല പ്രതിഷേധങ്ങളെയും
നിങ്ങൾ അഭിഷേകമാക്കി മാറ്റുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആ പദം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഏതൊരു സാഹചര്യത്തിലും ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിഷേധങ്ങൾ അഭിഷേകമായി രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. പല ഭക്തന്മാരുടെയും ജീവിതത്തിൽ മനുഷ്യനും പിശാചും ഉന്നയിച്ച പ്രതിഷേധങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ അഭിഷേകമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിനൊത്തിരി ഉത്തമമായ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഷ്ടതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മിലുള്ള ദൈവകൃപ വർദ്ധിപ്പിക്കുമെന്നും ആ പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും നടുവിൽ നാം ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം വളർന്നു വരികയും ചെയ്താൽ നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയുടെ വർധനവിന് കാരണമായി തീരും. ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ തിരുവെഴുത്തിനകത്തുനിന്ന് തന്നെ ചില ഉദാഹരണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. മറക്കരുത്, പ്രതിഷേധത്തെ അഭിഷേകമാക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് എന്ന ദൈവപുരുഷന്റെ രംഗപ്രവേശനം നിങ്ങൾക്ക് അവിടെ കാണാം. പ്രതിഷേധങ്ങളെ അഭിഷേകമാക്കി മാറ്റിയ മനുഷ്യനാണ് ഏലിയാവ്. പഴയ നിയമത്തിൽ നിന്നും ചില വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പുതിയ നിയമഭാഗത്തിൽ നിന്നാണ്. കാരണം പുതിയ നിയമഭാഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലുമൊക്കെ അപ്പോസ്തലന്മാരുടെ, ഭക്തന്മാരുടെ, സഭയുടെ നേരെ വെളിപ്പെട്ടതായ പ്രതിസന്ധികളെ, കഷ്ടതകളെ, പ്രതികൂലത്തെ അവർ ദൈവകൃപയാക്കി മാറ്റിയത്, സ്തോത്രം, വളരെ ശക്തമായ നിലയിൽ നമുക്ക് കാണാനായി കഴിയും. ഹല്ലേലൂയ. ഒരു പുഴു പ്യൂപ്പയായി അതിനകത്തുനിന്ന്, ആ കൊക്കുണ്ണകത്തുനിന്ന് ഒരു ചിത്രശലഭം ചിറക് വിടർത്തി പുറത്തു വരുന്നത് പോലെ ദൈവകൃപയിൽ പ്രതിസന്ധികളുടെ ഞെരുക്കങ്ങളുടെ നടുവിൽ ചിറക് വിടർത്തി കളർഫുള്ളായി പുറത്തു വന്ന ദൈവപുരുഷന്മാരെ, അഭിഷിക്തന്മാരെ തിരുവെഴുത്തുകളിൽ നമുക്ക് ദർശിക്കാനായി കഴിയും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞു. തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വംശാവലി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മാതാപിതാക്കളുടെ പേര് തിരുവെഴുത്തിൽ പരാമർശിച്ചിട്ടില്ല. സഹോദരങ്ങളുണ്ടെന്നോ സഹോദരിമാരുണ്ടെന്നോ ഒന്നും ബൈബിളിൽ കാണുന്നില്ല. അറിയപ്പെടാത്തൊരു സ്ഥലത്ത് നിന്ന് വന്ന, അറിയപ്പെടാത്തതായ ഒരു മനുഷ്യനായിരുന്നു തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ് എന്ന് പറയുന്നത്. സ്ഥലപ്പേരിൽ മാത്രം അറിയപ്പെട്ട മനുഷ്യൻ പിന്നെ സ്ഥാനപ്പേരിൽ അറിയപ്പെടുവാനിടയായി. അത് എലീശയുടെ കാലം പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ സ്ഥാനവും മാനവും തനിക്ക് ലഭിച്ചത് മറ്റൊരു കാരണം കൊണ്ടുമല്ല. ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് പൈശാചിക ശക്തികൾക്ക് നിഴലായി നിൽക്കുന്ന ഇസബേലിനെയും ആഹാബിനെയും നോക്കി ഏലിയ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. സേവിച്ചു നിൽക്കുന്ന ദൈവം, സേവിച്ചു നിൽക്കുന്ന ദൈവത്തോടുള്ള വിശ്വാസം, സേവിക്കുന്ന ദൈവത്തെ സംശയിക്കാത്ത ഹൃദയം, വിശ്വസിച്ചവനെ, വിളിച്ചവനെ, വേർതിരിച്ചവനെ വിമർശിക്കാതെ വിശ്വസിച്ച് ചങ്കും നെറ്റിയും അവന് വേണ്ടി കൊടുത്ത് തൻ്റെ ഇടത്തോടെ നിന്ന മനോഭാവത്തിന്റെ, വിശ്വാസത്തിന്റെ ഉടമയാണ് തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ്. ഒരു കാലഘട്ടത്തിൽ കൊടുങ്കാറ്റ് പോലെ ദൈവകരങ്ങളിൽ താൻ പ്രയോജനപ്പെട്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, താൻ അനുഭവിച്ച കഷ്ടതകൾ, താൻ അനുഭവിച്ച വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വരികയാണ്. തിരുവെഴുത്തിനകത്ത് വായിക്കുന്നു, ആഹാബിന്റെ കൊട്ടാരത്തിനകത്തു കയറി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ലെന്ന് ഏലിയാവ് പറഞ്ഞത് തൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുവാനോ, തൻ്റെ ശക്തി തെളിയിക്കുവാനോ, തൻ്റെ കഴിവ് വെളിപ്പെടുത്തുവാനോ, താൻ പ്രവാചകനാണെന്ന് തെളിയിക്കുവാനോ ഒന്നിനുമല്ല.
ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ മുൻപിൽ, ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ യഹോവ തന്നോട് അരുളി ചെയ്തതിൻ പ്രകാരമാണ് താൻ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അതുപോലെ പറയുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടാരം കാണുമ്പോൾ ദൂതുമാറ്റി പറയാത്ത, കൊട്ടിലും കൊട്ടാരത്തിലും ജീവിതത്തിന്റെ സമസ്ത സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ശബ്ദത്തിനും ദൈവം വെച്ച വ്യവസ്ഥയ്ക്കും വേണ്ടി നിലകൊണ്ട ദൈവപുരുഷനായിരുന്ന ഏലിയാവ്. ഹല്ലേലൂയ. കൊട്ടാരത്തിനകത്ത് ആഹാബിനെ കണ്ടപ്പോൾ, ഇസബേലിനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞ ദൂതിനകത്ത് മാറ്റം വന്നില്ല. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും സ്തോത്രം പ്രശംസയുടെ മുൻപിലും തൻ്റെ ദൂതുകൾ മാറുന്നില്ല. അവരുടെ വിരട്ടലുകളുടെ മുൻപിലും താൻ തെല്ലും പതറുന്നില്ല. നട്ടല്ലോടെ തൻ്റെ ഇടത്തോടെ നെറ്റി ചുളിക്കാതെ ശിരസുയർത്തി എല്ലാ കാലത്തും നിൽക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ ഭക്തൻ മാത്രമായിരിക്കും. അത് ദൈവത്തിൻ്റെ ജനം മാത്രമായിരിക്കും. അല്ലാത്തവരൊക്കെ മാനുഷിക ശബ്ദത്തിന്റെ മുൻപിലും വിമർശനങ്ങളുടെ മുൻപിലും വെല്ലുവിളികളുടെ മുൻപിലും പരാജയപ്പെട്ട് പതറി തകർന്ന് തരിപ്പണമായി പോകുമ്പോൾ നിലനിൽക്കുന്നവരാരുണ്ടെന്ന് ചോദിച്ചാൽ നിലനിർത്തുന്ന ദൈവത്തെ സേവിക്കുന്നവർ മാത്രമായിരിക്കും. ഏലിയാവ് ഈ ഒരു ദൂത് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് സർവശക്തനായ ദൈവം ഏലിയാവിനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് 2-3 വാക്യങ്ങളിൽ. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. കെരീത്ത് തോട്ടിലേക്ക് നീ പെട്ടെന്ന് മാറിപ്പോകണം എന്ന് വെച്ചാൽ ദൈവം ഇത്രേ പറഞ്ഞുള്ളൂ, ഏലിയാവേ, നിന്റെ മുൻപിൽ വലിയൊരു ശുശ്രൂഷ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് അറിയിക്കുന്നില്ല. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവിനെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവനെ പ്രവാചകനായി ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ, തൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഇസബേലിനെയോ, തൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള ആഹാബിനെയോ, തൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള കെരീത്തിനെയോ, തൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള യോർദാനെയോ, തൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനുള്ള ബാലിൻ്റെയും അശേരയുടെയും പ്രതിഷ്ഠകളെയോ ദേവന്മാരെ കുറിച്ച് ഒരുപക്ഷെ ദൈവം സംസാരിച്ച് കാണത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, വിളിച്ച ദൈവം വിളിച്ചപ്പോൾ തന്നെ നിനക്ക് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപയും നിന്നിൽ പകർന്നിട്ടുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മ അപ്പോസ്തലനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരികയാ. നിനക്കോടുവാനുള്ള ബലം എൻ്റെ ശക്തിയിലുണ്ട്, നിന്നെ നിലനിർത്തുവാനുള്ളത് എൻ്റെ കൃപയിലുണ്ട്, അതിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവം അരുളി ചെയ്തതുപോലെ കെരീത്ത് തോട്ടിലേക്ക് പോകുന്നു. യോർദാന് കിഴക്കുള്ള കെരീത്ത്. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. വേർപാടിന്റെ സ്ഥലം, അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ സ്ഥലം, ഏകാന്തതയുടെ സ്ഥലം, അതാണ് കെരീത്ത്. കെരീത്തിൽ അപ്പനില്ല, കെരീത്തിൽ അമ്മയില്ല, കെരീത്തിൽ സഹോദരങ്ങളില്ല, കെരീത്തിൽ പ്രവാചക ശിഷ്യന്മാരില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, മിണ്ടാനും പറയാനും ആരുമില്ല, സംസാരിക്കാൻ ഒരുത്തനുമില്ല. അതാണ് കെരീത്ത്, പ്ലേസ് ഓഫ് സെപ്പറേഷൻ. എപ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സർവശക്തനാകുന്ന ദൈവം കെരീത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ തിരിച്ചറിയുക, ഒറ്റപ്പെടലുകളുടെ നടുവിൽ നിങ്ങളെ ശക്തനാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്.